ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാനൊരു ചെറിയൊരു അവയർനെസ് വീഡിയോന് വേണ്ടിയിട്ട് വന്നതാണ്. ആക്ച്വലി കഴിഞ്ഞൊരു 1 വീക്കായിട്ട് നമ്മളധികം ഇൻവോൾവ്മെൻ്റ് ഒന്നിലും ഉണ്ടായിരുന്നില്ല. അൻവിത്തിനും മല്ലിക്കുട്ടിക്കും ഫീവർ ആൻഡ് ചെറിയ ഇൻഫെക്ഷൻസ് ഒക്കെ വന്നു. സോ മഴക്കാലം ആയതുകൊണ്ട് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവർ ചളി കളിച്ചിട്ടൊന്നും വന്നതല്ല എന്നാണ് എൻ്റെ വിശ്വാസം. അൻവിത്ത് സ്കൂളിൽ പോകുന്നുണ്ട്, LKG പോകുന്നുണ്ട്. ഇവിടെ അടുത്ത് തന്നെയാണ് സ്കൂള്. അപ്പോൾ പോകുന്ന വഴിക്ക് കിട്ടാനാണ് ചാൻസ് ഉള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം പുള്ളി സ്കൂളിൽ പോയി വന്നു. പിന്നെ നെക്സ്റ്റ് ഡേ ഫീവർ വന്നു. ഫീവർ വന്ന ശേഷം ഇമ്മീഡിയറ്റ്ലി പുള്ളിയുടെ കയ്യിലും കാലിലൊക്കെ ലൈക്ക് ഈ ചെറിയ ചെറിയ ചിക്കൻ പോക്സ് പോലെ ചെറിയ കുരുവൊക്കെ വന്നിങ്ങനെ തുടങ്ങി. നമ്മൾ ഇനീഷ്യൽ ഫേസിൽ നമ്മളതധികം ശ്രദ്ധിച്ചില്ല. കാരണം പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇച്ചിങ് സെൻസേഷൻ വന്നപ്പോഴാണ് നമ്മളത് കുറച്ചുകൂടെ സീരിയസ് ആയി എടുത്തത്. പിന്നെ പുള്ളിയുടെ കാലിൻ്റെ അടിയൊക്കെ നോക്കിയപ്പോൾ അത് ഭയങ്കരമായിട്ട് റെഡിഷ് ആയിട്ടുണ്ടായിരുന്നു. സോ ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഡോക്ടറിൻ്റെ അസിസ്റ്റൻസ് പോയപ്പം ഡോക്ടർ അഡ്വൈസ് ചെയ്തത് ഇത് കൈൻഡ് ഓഫ് ഒരു വൈറസ് തന്നെയാണ്, നമ്മുടെ പോക്സ് ഇല്ലെങ്കിൽ അതർ കോവിഡ് അങ്ങനെയുള്ള പോലത്തെ ചെറിയൊരു വൈറസ് തന്നെയാണ്. പക്ഷെ അത്രയ്ക്ക് ക്രിട്ടിക്കലോ അല്ലെങ്കിൽ അത്രയ്ക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു വൈറസും അല്ല. സോ അത് കാരണം കൊണ്ട് പുള്ളിക്ക് നോർമൽ ആൻറ്റിബയോട്ടിക് ഒന്നും ഉണ്ടായിരുന്നില്ല. അതല്ലാതെ തന്നെ പുള്ളിക്ക് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്തത് പുള്ളിക്ക് ഇച്ചിങ്ങിൻ്റെ ചൊറിച്ചലിൻ്റെ ഒരു മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്തു. കൂടാതെ ഫീവർ ഉള്ളതുകൊണ്ട് പാരസെറ്റമോളും പ്രിസ്ക്രൈബ് ചെയ്തു. സോ അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിക്കാം. പുള്ളിയുടെ കൈയും കാലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ പറയണ്ടല്ലോ, ഞങ്ങളുടെ വീട്ടിൽ 2 ആൾക്കാരുണ്ട്, അല്ലി. സോ അൻവിത്തിന് വന്ന ഉടനെ തന്നെ അത് വിതിൻ 2 to 3 days അല്ലിക്കും വന്നു. സോ സ്കൂളിൽ പോകുന്ന കുട്ടികൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള എന്തെങ്കിലും സിംറ്റംസ് കാണുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം പരമാവധി നമ്മൾ ഐസൊലേറ്റ് ചെയ്യാൻ നോക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ചെറിയ കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് ഇമ്മ്യൂണിറ്റി ലെവല് വലിയ കുട്ടികളെ പോലെ ഉണ്ടാവില്ല. സോ അതിൻ്റെ ഇമ്പാക്റ്റും കൂടുതലാവാൻ ചാൻസ് ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. സോ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ വന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ സിംറ്റംസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാം. അൻവിത്തിൻ്റെയും മല്ലിക്കുട്ടിയുടെയും എല്ലാം നമ്മളിവിടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയിട്ടാണ് ട്രീറ്റ് ചെയ്തത്. സോ ആൻഡ് അവർ 2 പേരും ഇപ്പോൾ ക്യൂറായി വരുന്നു. ആൻഡ് നമുക്ക് കാണാം എങ്ങനെയുണ്ട് അവരുടെ ലൈക്ക് സിംറ്റംസ് എങ്ങനെയാണ് എന്നെല്ലാം നമുക്ക് കാണാം. പൊതുവേ അതിന് HFMD എന്നാണ് പറയുന്നത്, ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസസ്. ഇപ്പം നമ്മൾ കാലിലൊക്കെ നോക്കുകയാണെങ്കിൽ കാലിൻ്റെ അടിയിൽ ഇങ്ങനെ റെഡിഷായിട്ട് ബബിൾസ് പോലെ വരികയും ചെയ്തു. പുള്ളിയുടെ ജോയിൻസിലും, അതായത് കാലിൻ്റെ പുറകിലുള്ള ജോയിൻസ്, അത് നമ്മുടെ ചുണ്ടിൻ്റെ താഴെ, അതുപോലെ തന്നെ വായുടെ ഉള്ളിൽ 1-2 ഡ്രോപ്സ്, കൈയൊക്കെ നോക്കണമെങ്കിൽ കയ്യിൽ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. 1-2 ദിവസത്തിനകം അത് അല്ലിയിലോട്ടും സ്പ്രെഡായി. ഓൾമോസ്റ്റ് സെയിം സിംറ്റംസ് തന്നെയായിരുന്നു. ഇനീഷ്യലി ത്രോട്ട് പെയിൻ, ഫീവർ, പിന്നീട് പുള്ളിക്കാരി ഇങ്ങനെ ചൊറിഞ്ഞു തുടങ്ങി. നമ്മളപ്പോൾ തന്നെ നേരെ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധിക്കുക. ഇതുപോലുള്ള വൈറൽ ഡിസീസസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടുക. 2 പേരും പെട്ടെന്ന് റിക്കവർ ആകുമെന്ന് പ്രതീക്ഷയുണ്ട്. ഞാൻ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് സിയ ഫാംസ്.